everyone, welcome back to my YouTube channel. I really hope that everyone's doing safe and healthy. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു നോൺ വെജ് ഡിഷ് തന്നെ ഇന്ന് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നിട്ട് ഫ്രൈഡ് റൈസ് ആണ്, ഒരു പ്രോൺസ് ഫ്രൈഡ് റൈസ്. ഇത് ആക്ച്വലി പണ്ട് തൊട്ട് തന്നെ വീട്ടിൽ സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു ഫ്രൈഡ് റൈസ് ആണ്. ഇത് ശരിക്കും അങ്ങനെ ഒരു കറക്റ്റായിട്ട് അങ്ങനെ റെസിപ്പി ഒന്നുമില്ല. ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഡിഫറെൻറ്റ് വെജിറ്റബിൾസും ഒക്കെയാണ് ചേർക്കുന്നത്. വീട്ടിലെന്ത് വെജിറ്റബിൾസ് ഉണ്ട് അതെല്ലാം നമ്മൾ ഈ ഫ്രൈഡ് റൈസിൽ ഇടാറുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം ഇന്ന് എങ്ങനെയാണ് നമ്മൾ ഈ പ്രോൺസ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കാൻ വയ്ക്കാം. നമ്മുടെ ബാസ്മതി റൈസ് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയാണ്. ഞാനിവിടെ ഇപ്പം ഒരു 6 ഗ്ലാസ് വെള്ളമാണ് നല്ല തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നത്. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ മാത്രം നമുക്ക് ബാസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിത് ഒരു 2 ഗ്ലാസ് ബാസ്മതി റൈസാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിതൊരു 15 മിനിറ്റ് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചായിരുന്നു. അപ്പോൾ 2 ഗ്ലാസ് ബാസ്മതി റൈസ്. ഞാനിവിടെ ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തായിരുന്നു. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കണം അരി വെന്ത് വരുന്നോ ഇല്ലയോ എന്ന്. ബാസ്മതി റൈസിന് അധികം വേവില്ലാത്ത അരിയാണ്. ഒരു 10 മിനിറ്റിൽ തന്നെ നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ അതൊന്ന് ഇടയ്ക്ക് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ അരി വെന്ത് വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് എനിക്ക് എടുത്തിട്ടുള്ളായിരുന്നു അരി വെന്ത് വരാൻ. ഇനി ബാക്കി നമുക്ക് നമ്മൾ ഫ്രൈഡ് റൈസിൽ ഇടുമ്പോൾ തന്നെ വെന്ത് വന്നോളും. ഇതിപ്പോൾ ഒരു 70% വെന്തിട്ടുണ്ട്. ഇനി അടുത്തതായി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് ചോപ്പ് ചെയ്യാം. ഇത് ഒരു ക്യാപ്സിക്കമാണ്. അത് നമുക്ക് ചെറുതായി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അടുത്തതായി നമുക്ക് സൂക്കിനി ഒന്ന് മുറിച്ച് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് നമ്മൾ ക്യാപ്സിക്കം ചോപ്പ് ചെയ്ത പോലെ തന്നെ ഒന്ന് ചോപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇതൊക്കെ ഓപ്ഷനാണ്, വീട്ടിലുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതുകൊണ്ട് അതും കൂടെ ഞാൻ ചോപ്പ് ചെയ്തിടുവാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 2 ചെറിയ ക്യാരറ്റാണ്. അതും കൂടെ നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു വലിയ സവാളയാണ്. അതും കൂടി ഒന്ന് നമുക്ക് ചോപ്പ് ചെയ്യാം. അടുത്തതായി നമുക്ക് നമ്മുടെ ഫ്രൈഡ് റൈസിൽ ഇടാനുള്ള ഒരു ചില്ലി പേസ്റ്റും കൂടെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം ഒരു സോസ് പാനിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് വറ്റൽമുളക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 10 വറ്റൽമുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം.
അതിനുശേഷം ഞാനിവിടെ ഒരു 10 വെളുത്തുള്ളിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെളുത്തുള്ളിയും കൂടെ ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ട് നമുക്കൊന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് തണുക്കട്ടെ. ആ സമയത്ത് വേറൊരു പാൻ എടുക്കുക. പാൻ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ ബട്ടർ ഒന്നിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് 1.5 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് മുറിച്ച് വെച്ചിരുന്ന സവാളയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു സവാളയാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ 3 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാളയും പച്ചമുളകും ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കൊഞ്ചും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കുരുമുളകും സോയ സോസും കൂടെ കൊഞ്ചിലൊന്ന് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 15 മിനിറ്റ്. എന്നിട്ടാണ് ഞാനിപ്പം 3/4 കിലോ കൊഞ്ച് ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. ഞാനൊരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും 1 ടീസ്പൂൺ സോയ സോസും കൂടെ ഇട്ടിട്ടാണ് ഒന്ന് നമ്മുടെ പ്രോൺസ് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്നത്. കൊഞ്ചൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് നമ്മൾ ആദ്യം അരിഞ്ഞ് വെച്ചിരുന്ന വെജിറ്റബിൾസ് എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ 3 ടേബിൾ സ്പൂൺ ഗ്രീൻ പീസും 2 ടേബിൾ സ്പൂൺ സ്വീറ്റ് കോൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷനാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇട്ടത്. നമുക്ക് വേണമെങ്കിൽ ബീൻസോ കയ്യിലുള്ള വെജിറ്റബിൾസ് എന്താണ് അതൊക്കെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം.
ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടത്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ സോയാ സോസും ഒഴിച്ചു കൊടുക്കാം. മുട്ടയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും ഒന്ന് ഇട്ട് കൊടുത്തായിരുന്നു. എന്നിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ മുട്ട ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വറ്റൽമുളകും നമ്മുടെ ഗാർലിക്കും ഒക്കെ ഒന്ന് തണുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ വറ്റൽമുളകും ഗാർലിക്കൊക്കെ. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ ഞാനിവിടെ 1 ടീസ്പൂൺ സോയാ സോസും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ 2 ടീസ്പൂൺ കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, കുരുമുളക് പൗഡർ. പിന്നെ ആ എരി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ബ്രൗൺ ഷുഗറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ നമുക്ക് വൈറ്റ് ഷുഗറും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ചോറൊന്ന് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ചോറും കൂടെ ഒന്ന് നമ്മൾ ഈ വെജിറ്റബിൾ മിക്സിലൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ചില്ലി പേസ്റ്റും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ സൂക്ഷിച്ചൊന്ന് മിക്സ് ചെയ്യണം. നമ്മുടെ ചോറൊക്കെ ഒന്ന് ഉടയരുത്. അതുകൊണ്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഫ്രൈഡ് റൈസൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഫ്രൈഡ് റൈസ് ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ നമ്മളെങ്ങനെയാണ് പെട്ടെന്ന് ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊന്ന് ടേസ്റ്റും കൂടെ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ സാലഡും ഒരു മാങ്ങ അച്ചാറുമാണ് കഴിക്കുന്നത്.
റിയലി ഗുഡ്. നമ്മൾ ഒരു ഹോട്ടലിൽ നിന്നൊക്കെ സീ ഫുഡ് ഫ്രൈഡ് റൈസ് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇത് ഭയങ്കര ഈസിയാണ്. ഇത് ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് ഒന്ന് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. വീട്ടിൽ എന്താണുള്ളത് ആ വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇതെല്ലാവരും ട്രൈ ഔട്ട് ചെയ്യണം. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും എല്ലാവരും ഫീഡ്ബാക്സായി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. സോ യാ, ദാറ്റ്സ് ഓൾ. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. So please do take care and stay safe. Bye bye.